ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 8 മണിയായിരുന്നു കേട്ടോ എണീറ്റ് വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തത് ഇതേപോലെ ചെറിയൊരു കഷ്ണം പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഇന്ന് ചെയ്യാനുള്ള ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്ലൂ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാറുണ്ട്. എന്നാൽ പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ടിക്ക് ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ പഴം പുഴുങ്ങിയത് ഇതുപോലെ പീസാക്കിയതുണ്ടായിരുന്നു, കാപ്പിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങി. സോഷ്യലായിരുന്നു ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ടെക്സ്റ്റിൽ നോക്കി പഠിക്കുന്നത്, പക്ഷേ എനിക്ക് ഇതേപോലെ നോട്ടിൽ ക്വസ്റ്റ്യൻ ആൻസർ പോലെ എഴുതി പഠിക്കുന്ന കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ടെക്സ്റ്റിലും കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. നോട്ടിൽ കുറച്ച് കംപ്ലീറ്റ് ആക്കാൻ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ടെക്സ്റ്റിൽ നോക്കി പഠിച്ചു. ഈ മാപ്പ് റീഡിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ടു ഡു ലിസ്റ്റിൽ സോഷ്യൽ പഠിച്ചതിൻ്റെ നേരെ ടിക്കറ്റ് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ എനിക്ക് കുറച്ച് നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി തീർത്തു. അപ്പോൾ അതും ഇതേപോലെ തന്നെ ടു ഡു ലിസ്റ്റ് ഞാൻ ഇതേപോലെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പഠിക്കാൻ വേണ്ടി പോയത് ടിപ്പണി ആയിരുന്നു കേട്ടോ. എനിക്ക് ടിപ്പണി പരീക്ഷ ഉണ്ടായിരുന്നു നാളെ. അപ്പോൾ അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതും ഇതേപോലെ തന്നെ ടു ഡു ലിസ്റ്റിൽ ടിക്കറ്റ് കൊടുത്തു. അപ്പോഴത്തേക്കും ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ചോറിന് കുറച്ച് കറികളുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഫിസിക്സ് കുറച്ച് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. എക്സാമിനറിൻ്റെ കുറച്ച് ക്ലാസ്സസ് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബാൽക്കണി ചെന്നിട്ട് ഒരു ഏന്തപ്പഴം കൊണ്ട് എടുത്തിട്ട് ഇതേപോലെ ആസ്വദിച്ചിരുന്ന് ഇങ്ങനെ കുടിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അനിയന് പിന്നെ അമ്മ ഏന്തപ്പഴം കൊണ്ട് ഇതേപോലെ നെയ്യിൽ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കില്ല. അപ്പോൾ അതും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഫിസിക്സ് ഉണ്ടായിരുന്നു കേട്ടോ കംപ്ലീറ്റ് ആക്കി തീർക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആക്കി തീർത്തു. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 8 മണിയൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാത്രിയത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ